സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഈ ചിത്രത്തിൽ കാണുന്നത് ഇറാനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പടുകൂറ്റൻ ബോർഡാണ്. ഈ ബോർഡിലുള്ളത് വെറുമൊരു ചിത്രമല്ല, ട്രംപിനും കൂട്ടർക്കുമുള്ള ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പാണ്. ടെഹ്റാനിലെ ഒരു ചത്തുരത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ ചിത്രത്തിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അമേരിക്കൻ വിമാനവാഹിനി കപ്പലിലെ യുദ്ധവിമാനങ്ങളെല്ലാം തകർന്ന് കത്തുന്നു. കപ്പലിന്റെ ഡക്കിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു. കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് രക്തം പടർന്നൊഴുകുന്നു. ആ രക്തക്കറകൾ അമേരിക്കൻ പതാകയിലെ വരകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒരറ്റത്ത് ഇങ്ങനെ കൂടി എഴുതിയിട്ടുണ്ട്: കാറ്റു വിതയ്ക്കുന്നവൻ കൊടുങ്കാറ്റ് കൊയ്യും. അതായത് ഇറാനെ കാറ്റടിപ്പിച്ച് പേടിപ്പിക്കാൻ വന്നാൽ അങ്ങോട്ട് തിരിച്ചടിക്കുന്നത് കൊടുങ്കാറ്റായിരിക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ്. ഇറാൻ തീരത്തേക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നീങ്ങുന്ന പശ്ചാത്തലത്തിലും ബോംബർ വിമാനങ്ങൾ ഗൾഫ് മേഖലയിൽ പറന്നു നടക്കുന്ന സാഹചര്യത്തിലും വളരെയേറെ പ്രസക്തിയുണ്ട് ഈ പടുകൂറ്റൻ മുന്നറിയിപ്പിന്. ഖൊമേനി ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു എന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രചാരണങ്ങളെയും ടെഹ്റാൻ തള്ളിക്കളയുന്നു. അതിനിടെ ട്രംപിനെ ഞെട്ടിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അമേരിക്കൻ കപ്പൽ വ്യൂഹത്തിന്റെ വളരെ അടുത്തുള്ള ദൃശ്യങ്ങളും പുറത്തുവിട്ടു. പശ്ചിമേഷ്യയിൽ ഓരോ ദിവസവും സംഘർഷാവസ്ഥ ഇങ്ങനെ മൂർച്ഛിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത്. ഏറ്റവും പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം ഇറാനിലെ മ്യൂറൽ പെയിന്റിങ്ങിന്റെ രാഷ്ട്രീയ സന്ദേശവും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മിന്നൽ നീക്കങ്ങളും പരിശോധിക്കാം. അതിനുശേഷം ഖൊമേനിയെ സംബന്ധിച്ച വാർത്തകളിലേക്ക് നമുക്ക് പോകാം. സർക്കാർ സംഘടിപ്പിക്കുന്ന കൂട്ടായ്മകൾക്കും മറ്റുമായി ഉപയോഗിക്കുന്ന സ്ഥലമാണ് എൻഗിലാബ് സ്ക്വയർ. ഇവിടുത്തെ മ്യൂറൽ പെയിന്റിങ്ങുകളെ ദേശീയ സാഹചര്യങ്ങൾ, സർക്കാർ നിലപാടുകൾ എന്നിവ വിശദീകരിക്കാൻ പലപ്പോഴും അധികൃതർ പ്രയോജനപ്പെടുത്താറുണ്ട്. സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടുകൾ തന്നെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ചിത്രങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രകോപനത്തെ നേരിടാൻ ഇറാൻ എപ്പോഴും തയ്യാറാണ് എന്ന വ്യക്തമായ സന്ദേശം ജനങ്ങൾക്കും ശത്രുക്കൾക്കും നൽകുകയാണ് പുതിയ മ്യൂറൽ പെയിന്റിങ്ങിലൂടെ ഖൊമേനി ഭരണകൂടം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഇറാനെതിരെ സൈനിക ആക്രമണത്തിന് അമേരിക്ക മുതിരരുത് എന്ന നേരിട്ടുള്ള മുന്നറിയിപ്പാണ് ഈ ചിത്രമെന്നും പറയാം. തൻ്റെ സേന എപ്പോഴത്തെക്കാളും സജ്ജമാണെന്നും ഫിംഗർ ഓൺ ദ ട്രിഗർ, അതായത് കാഞ്ചിയിൽ വിരൽ വെച്ചിരിക്കുകയാണ് എന്നും IRGC പാരാമിലിറ്ററി ഫോഴ്സ് തലവൻ ജനറൽ മുഹമ്മദ് പക്പൂർ ശനിയാഴ്ച മുന്നറിയിപ്പും നൽകിയിരുന്നു. ആ സാഹചര്യവും അവിടെയുണ്ട്. അതിനിടെ ട്രംപ് ഭരണകൂടത്തെ ഞെട്ടിച്ച് ഇറാൻ തീരത്തേക്ക് നീങ്ങുന്ന അമേരിക്കൻ കപ്പൽ വ്യൂഹത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പുറത്തുവിട്ടു. വളരെ ദൂരെ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് വളരെ അടുത്ത് നിന്നുള്ള ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ച USS എബ്രഹാം ലിങ്കൻ എന്ന പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലിന്റെ ദൃശ്യങ്ങളാണ് ഇറാൻ സേന പുറത്തുവിട്ടത്. സാധാരണ ഡ്രോണുകളുമല്ല ഈ കപ്പലിന് മുകളിലൂടെ പറന്നത് എന്നതും നമ്മൾ അറിയണം. ഇറാന്റെ ആത്മഹത്യാ ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഡ്രോണുകളാണ് പറന്നത്. സ്വയം പൊട്ടിത്തെറിക്കാനും ബോംബിടാനും കഴിവുള്ള ഡ്രോണുകൾ. ഇറാന്റെ ഈ നീക്കത്തിൽ അമേരിക്കൻ സേന ഞെട്ടിയിരിക്കുകയാണ്. കാരണം USS എബ്രഹാം ലിങ്കൻ കപ്പൽ അടങ്ങുന്ന കപ്പൽ കൂട്ടം, അല്ലെങ്കിൽ ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞ അർമാഡ, ഒമാൻ കടലിടുക്കിലേക്ക് നീങ്ങുന്നത് അതിൻ്റെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്ത് ഗോസ്റ്റ് മോഡിലാണ്, അല്ലെങ്കിൽ പ്രേത മോഡിലാണ്. കപ്പൽ പാത തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഇറാനിയൻ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള നീക്കം. ഇങ്ങനെ ഗോസ്റ്റ് മോഡിൽ രഹസ്യമായി നീങ്ങിയിട്ടും കപ്പലുകളെ ഇറാൻ കണ്ടെത്തി എന്നതാണ് അമേരിക്കയെ ഞെട്ടിച്ചത്. വളരെ അടുത്തുകൂടെ ആത്മഹത്യാ ഡ്രോണുകൾ ഇറാൻ പറത്തുകയും ചെയ്തു. അമേരിക്കൻ കപ്പൽ വ്യൂഹത്തിന്റെ നിരീക്ഷണ സംവിധാനങ്ങളെല്ലാം മറികടന്നാണ് ഇറാന്റെ ആത്മഹത്യാ ഡ്രോണുകൾ കപ്പലിന് മുകളിലൂടെ ഏറെ നേരം പറന്ന് നടന്നത് എന്നാണ് IRGC അവകാശപ്പെടുന്നത്. അതായത് ഇറാൻ തീരത്തേക്ക് അടുക്കുന്ന അമേരിക്കൻ കപ്പലുകൾ തങ്ങളുടെ നിരീക്ഷണത്തിലുണ്ടെന്നും ഏത് നിമിഷവും അത് തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഇറാൻ തെളിവുകളോടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ വിമാനങ്ങൾ കപ്പലിൽ നിന്ന് പറന്നുയരുന്നതിന് മുമ്പ് തന്നെ അവയെ തകർക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇറാന്റെ അവകാശവാദം. ശ്രദ്ധിക്കുക, IRGC ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ട അതേ സമയത്താണ് എൻഗിലാബ് സ്ക്വയറിൽ ആ പടുകൂറ്റൻ ചിത്രവും പ്രത്യക്ഷപ്പെട്ടത്. അതായത് ഡ്രോൺ ദൃശ്യങ്ങൾ ഒരു സൈനിക സാധ്യത കാണിക്കുമ്പോൾ മ്യൂറൽ ചിത്രം ആ സാധ്യതയുടെ രാഷ്ട്രീയ പ്രഖ്യാപനമായി തന്നെ കാണണം. ഞങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട്, ഇതാണ് അതിൻ്റെ ഫലം എന്ന് അമേരിക്കയ്ക്ക് നൽകുന്ന പ്രതീകാത്മകമായ മറുപടിയായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കണം. ഈ രണ്ട് നീക്കങ്ങളെയും ഒരുമിച്ച് വായിച്ചാൽ ഇറാന്റെ മുന്നറിയിപ്പ് വെറും വാക്കുകളല്ല, മറിച്ച് വ്യക്തമായ ഒരു യുദ്ധതന്ത്രമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രചാരണങ്ങളെക്കുറിച്ച് പറയാം. ഖൊമേനി സുരക്ഷിത താവളത്തിലോ ബങ്കറിലോ ഒളിച്ചിട്ടില്ല എന്നാണ് ഇറാൻ വിശദീകരിക്കുന്നത്. ജെറുസലേം പോസ്റ്റ് പോലുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രമാണ്. ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്താനും ഇറാന്റെ ആത്മവിശ്വാസം തകർക്കാനും ലക്ഷ്യമിട്ടുള്ള വ്യാജ പ്രചാരണമാണ് ഇതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. ഖൊമേനി ഒളിക്കുകയോ ചുമതല മകന് കൈമാറുകയോ ചെയ്തിട്ടില്ല.
ഖൊമേനി എല്ലാ ദിവസവും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ശത്രുക്കൾ ഭീരുക്കളായതുകൊണ്ടാണ് ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രതികരിച്ചത്. എന്തായാലും അമേരിക്കൻ കപ്പൽ കൂട്ടത്തിൻ്റെ നീക്കത്തിൽ ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതീവ ജാഗ്രതയിലാണ്. 3 തലങ്ങളിലുള്ള നീക്കങ്ങളാണ് അമേരിക്ക പ്രതിരോധിക്കാൻ IRGC നടത്തുന്നത്. ഒന്ന്, സമുദ്രത്തിലുള്ള പ്രതിരോധം. ഹോർമൂസ് കടലിടുക്കിലും പേർഷ്യൻ ഗൾഫിലും സാന്നിധ്യം ശക്തമാക്കുക എന്നതാണ് IRGCയുടെ പ്രാഥമികമായിട്ടുള്ള നീക്കം. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള ചെറിയ വേഗതയേറിയ മിസൈൽ ബോട്ടുകളെ ഇറാൻ വിന്യസിച്ചിട്ടുണ്ട്. തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിൽ മൈനുകൾ വിതറാനുള്ള ശേഷി ഇറാനുണ്ട്. ഇത് അന്താരാഷ്ട്ര എണ്ണ വ്യാപാരത്തെ തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കാനും ഇറാന് കഴിയും. 2, പ്രോക്സി ഗ്രൂപ്പുകളുടെ ഏകോപനം. നേരിട്ടുള്ള യുദ്ധത്തിന് പകരം തങ്ങളുടെ സഖ്യകക്ഷികളെ ഉപയോഗിച്ച് അമേരിക്കയെയും ഇസ്രയേലിനെയും സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇറാൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രം. ലെബനനിലെ ഹിസ്ബുള്ളയെയും യമനിലെ ഹൂത്തികളെയും ഉപയോഗിച്ച് പുതിയ പോർമുഖങ്ങൾ തുറക്കാൻ IRGC ലക്ഷ്യമിടുന്നുണ്ട്. ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഡ്രോൺ, റോക്കറ്റ് ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാൻ അവിടെയുള്ള ഷിയ സായുധ സംഘങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 3, മിസൈൽ സജ്ജീകരണം. ഇറാൻ്റെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളിൽ നിന്ന് ദീർഘദൂര മിസൈലുകൾ വിക്ഷേപിക്കാൻ പാകത്തിന് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് എന്നാണ് IRGC അറിയിക്കുന്നത്. വിരൽ കാഞ്ചിയിൽ തന്നെയാണ് എന്ന കമാൻഡറുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് അമേരിക്കൻ പക്ഷത്ത് നിന്ന് ചെറിയൊരു നീക്കമുണ്ടായാൽ പോലും ഉടൻ തിരിച്ചടി എന്ന ഇറാൻ്റെ തീരുമാനമാണ്. അമേരിക്കൻ വ്യോമസേനയാണെങ്കിൽ ഖത്തറിലെ അൽ ഉദൈദ് കേന്ദ്രീകരിച്ച് സജ്ജീകരണങ്ങൾ നടത്തുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഒപ്പം അമേരിക്കൻ കപ്പൽപ്പട ഒമാൻ കടലിടുക്ക് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇതിനിടയ്ക്ക് ഗൾഫ് രാജ്യങ്ങളുടെ സമവായ നീക്കങ്ങൾ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അതും നമ്മൾ കാണണം. ഒമാനും ഖത്തറും നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ നിർണായക ഘട്ടത്തിലാണ് എന്നാണ് വിവരം. പരമ്പരാഗതമായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പാലമായി പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഒമാൻ, നമുക്കറിയാം. സമാധാന ചർച്ചകൾക്കായി പ്രത്യേക പ്രതിനിധികളെ ടെഹ്റാനിലേക്കും ഒപ്പം വാഷിംഗ്ടണിലേക്കും ഒമാൻ അയച്ചിട്ടുണ്ട്. കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ തീവ്ര ശ്രമമാണ് ഒമാൻ നടത്തുന്നത്. നേരിട്ടുള്ള ഒരു ആശയവിനിമയ ചാനൽ അത് ഇപ്പോൾ തകർന്നു കിടക്കുകയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ളത്. അത് പുനഃസ്ഥാപിക്കാനാണ് ഒമാൻ ശ്രമിക്കുന്നത്. സംഘർഷം ലഘൂകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഒമാൻ ഇരുപക്ഷത്തിനും കൈമാറിയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയും ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്കിടയിലും നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്താനാണ് ഒമാനൊപ്പം ഖത്തർ ശ്രമിക്കുന്നത്. ഖത്തർ ഭരണകൂടം ഇറാൻ്റെയും അമേരിക്കയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നാണ് അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടൽ കാരണമാണ് ട്രംപ് ഇറാനെതിരായ സൈനിക നീക്കത്തിൽ നിന്ന് പിന്മാറിയത്. അത് നമ്മൾക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ഗ്രീൻലാൻഡ് വിഷയത്തിലേക്ക് ട്രംപ് തിരിഞ്ഞു. അത് വിട്ടിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇറാൻ വിഷയത്തിലേക്ക് ട്രംപ് തിരിച്ചു വന്നതും കപ്പൽപ്പടയെ അയച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ കൃത്യമായ മുന്നറിയിപ്പാണ് ട്രംപിന് അന്നും നൽകിയത്. ആഭ്യന്തര സംഘർഷങ്ങളിൽ ഇറാൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കുറഞ്ഞു എന്ന് വിചാരിക്കരുത് എന്നായിരുന്നു അന്ന് ഗൾഫ് രാജ്യങ്ങൾ ട്രംപിന് നൽകിയ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ഇറാനെ ആക്രമിച്ചാൽ ഈ മേഖലയിൽ, അതായത് പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന പേടിയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഉള്ളത്. അത് അറബ് രാജ്യങ്ങളെ മാത്രമായിരിക്കില്ല ബാധിക്കുക, അമേരിക്കയുടെ എണ്ണ വിപണിയെ തന്നെ ബാധിക്കുമെന്ന കാര്യമാണ് ഗൾഫ് രാജ്യങ്ങൾ അന്ന് ചൂണ്ടിക്കാണിച്ചത്. തങ്ങളെ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ അത് സമ്പൂർണ്ണ യുദ്ധമായി കണക്കാക്കുമെന്നാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഇതാണ് ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ പേടിപ്പിക്കുന്നത്. ഇറാൻ സർവ്വശക്തിയും എടുത്ത് പ്രയോഗിച്ചാൽ അത് ഏറ്റവും അധികം ബാധിക്കുക ഗൾഫ് രാജ്യങ്ങളെ തന്നെയായിരിക്കും. അതിനുള്ള സജ്ജീകരണങ്ങൾ ഇറാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളെ ആയിരിക്കും ഇറാൻ ആദ്യം ആക്രമിക്കുക. ഒപ്പം ഇസ്രയേലിനെയും ഇറാൻ ലക്ഷ്യമിടും. മാത്രമല്ല മറ്റ് പല തന്ത്രങ്ങളും ഇറാൻ പയറ്റാനും സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൻ്റെ ഒരു കാതൽ. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്ന അവസാന ആയുധം എടുത്ത് പ്രയോഗിക്കാൻ ഇറാൻ പോയാൽ അത് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായി മാറും. ലോകമാകെ സാമ്പത്തികമായി അത് ബാധിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഇതെല്ലാം കൊണ്ടാണ് മധ്യസ്ഥ നീക്കങ്ങളുമായി ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അടുക്കുന്നതും ഇറാൻ സൈന്യം ഹൈ അലർട്ടിലേക്ക് മാറിയതും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഒരു തെറ്റായ ചുവടുവയ്പ് പോലും വലിയ ദുരന്തത്തിലേക്ക് നയിക്കാം എന്നാണ് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോഴത്തെ ടെൻഷനെക്കുറിച്ച് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ലോകമാകെ ആശങ്കയിലാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ട്രംപിൻ്റെ മണ്ടൻ നീക്കമെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ഇറാനെതിരായ നീക്കത്തെ വിലയിരുത്തുന്നത്. യുദ്ധ സാഹചര്യം സൃഷ്ടിക്കപ്പെടില്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.